മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ. അപ്പോൾ അതിന്റെ വൈലേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് സ്റ്റേറ്റിന് തന്നെയല്ലേ. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഓരോ സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം. ഇപ്പൊ പറഞ്ഞ ഈ കാരണത്താലാണത്രേ ആ 5 ഞാഞ്ഞൂലുകളെയും പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് സമ്മതിച്ചത്. ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. മൗലിക അവകാശത്തിന്റെ കാര്യവും ഒരു കുട്ടിയുടെ അവകാശമാണ് വിദ്യാഭ്യാസം നേടുക, പരീക്ഷ എഴുതുക എന്നൊക്കെ പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ആ കുട്ടികൾ ചെയ്തത് എന്താണ്? വേറൊരു കുട്ടിയുടെ, അവരുടെ തന്നെ പ്രായത്തിലുള്ള, സമപ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ, ഒരു വിദ്യാർത്ഥിയുടെ പരീക്ഷ എഴുതാനുള്ള അവകാശത്തെയും അവന്റെ എല്ലാ ഫണ്ടമെന്റൽ റൈറ്റിനെയും ഇല്ലാതെയാക്കി. ഫണ്ടമെന്റൽ റൈറ്റിനെ മാത്രമാണോ ഇല്ലാതെയാക്കിയത്? ജീവൻ തന്നെ ഇല്ലാതെയാക്കി, ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതെയാക്കി. അത് ചോദ്യം ചെയ്യാനോ അതിനകത്ത് കയറി ഇടപെടാനോ സ്റ്റേറ്റിനോ കോൺസ്റ്റിറ്റ്യൂഷനോ നിയമത്തിനോ ഒന്നിനും അവകാശമില്ല. ഒരു വ്യക്തിക്ക് ജീവിക്കാനുള്ള അവകാശത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും അവകാശമുണ്ടോ? ഇല്ല. അപ്പം അത്തരം ഒരു കാര്യത്തിലാണ് ഇവന്മാര് കയറി ഇടപെട്ട് ആ കുട്ടിയുടെ ജീവൻ തന്നെ ഇല്ലാതെയാക്കി. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ് കൊടുക്കണോ? നോർമലായിട്ട് നിയമത്തെ അനുസരിച്ച് വളരെ നോർമലായിട്ട് പോകുന്ന സിറ്റിസൺസിന് മാത്രം പോരെ ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന കാര്യം. അല്ലാതെ ക്രമസമാധാനം തകർക്കുന്നവർക്ക് ഫണ്ടമെന്റൽ റൈറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്തതുകൊണ്ട് മറ്റു കുട്ടികളുടെ മുമ്പിൽ എന്ത് മെസ്സേജാണ് ചെന്നത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ശിക്ഷ കിട്ടില്ല, കാരണം ഞങ്ങൾ പ്രായപൂർത്തിയാകാത്തവരാണ്, 18 വയസ്സിന് ശേഷം മാത്രമേ ശിക്ഷ കിട്ടുകയുള്ളൂ. അതിനു മുമ്പ് എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും, ഒരാളുടെ ജീവൻ എടുത്തു കഴിഞ്ഞാലും ഒരു പ്രശ്നവും വരില്ല. സ്റ്റേറ്റ് നമ്മളെ സംരക്ഷിച്ചോളും, പോലീസ് നമ്മളെ സംരക്ഷിച്ചോളും, നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും, നമുക്ക് അവസരങ്ങൾ കിട്ടും, നമുക്ക് പിന്നെയും ജീവിതം കിട്ടും. ഈ ചിന്താഗതി ആയിരിക്കും, ഈ മെസ്സേജ് ആയിരിക്കും മറ്റു കുട്ടികളുടെ ഉള്ളിലും ഇപ്പോൾ ഫീഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അങ്ങനത്തെ മെസ്സേജ് ആയിരുന്നില്ല കൊടുക്കേണ്ടിയിരുന്നത്. കഴിഞ്ഞ ദിവസം ഷഹബാസിന്റെ അച്ഛൻ പറയുന്നത് കേട്ടു, ഈ വർഷം അവരെ പരീക്ഷ എഴുതിപ്പിക്കേണ്ടായിരുന്നു. അദ്ദേഹം ഒരു മകനെ നഷ്ടപ്പെട്ട പിതാവാണെന്നുണ്ടെങ്കിൽ പോലും ആ 5 പേരെ കുറിച്ചും വളരെ മാന്യമായിട്ടാണ് ഷഹബാസിന്റെ അച്ഛൻ സംസാരിക്കുന്നത്. ആ കുട്ടികളെ ഈ വട്ടം പരീക്ഷ എഴുതിപ്പിക്കേണ്ടായിരുന്നു, അടുത്ത വട്ടം അവർ എഴുതിക്കോട്ടെ. സത്യമല്ലേ? ഈ വട്ടം ഷഹബാസും പരീക്ഷ എഴുതേണ്ടതായിരുന്നു, അവന് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അപ്പൊ അവന് ജീവൻ തന്നെ ഇല്ലാതാക്കിയവരെ ഈ വട്ടം പരീക്ഷ എഴുതിപ്പിക്കരുതായിരുന്നു. അതായിരുന്നു ശരിയായിട്ടുള്ളൊരു നടപടി. ഇത്രയും വലിയ തെറ്റ് ചെയ്തവർക്ക് ഫണ്ടമെന്റൽ റൈറ്റ് കൊടുക്കാൻ പാടില്ലായിരുന്നു. അവർ ശിക്ഷ അനുഭവിക്കട്ടെ, അവർ പണിഷ്മെന്റ് അനുഭവിച്ചതിന് ശേഷം പിന്നെ അവർ പരീക്ഷ എഴുതിക്കോട്ടെ, സ്കൂളിൽ പോയിക്കോട്ടെ, പരീക്ഷ എഴുതിക്കോട്ടെ, പഠിച്ചോട്ടെ, നല്ല കുട്ടികളായിക്കോട്ടെ. നല്ല കുട്ടികളാകണമെന്നുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കണം. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റിന്റെ ആഘാതം എത്രത്തോളമാണോ അതിനനുസരിച്ചിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കണം. പ്രായത്തെ നോക്കണ്ട. 15 വയസ്സിൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ തന്നെ നമുക്ക് ക്ഷമിക്കാം. ചെറിയ ചെറിയ മോഷണമോ ചെറിയ രീതിയിലുള്ള അടിയോ തല്ലോ വഴക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ഷമിക്കാം. കുട്ടികൾ ചെയ്യുന്ന തെറ്റ് കുട്ടികൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ മുതിർന്നവർ ചെയ്യുന്ന തെറ്റ് കുട്ടികൾ ചെയ്തു കഴിഞ്ഞാൽ മുതിർന്നവർക്ക് എന്ത് ശിക്ഷയാണോ കൊടുക്കുന്നത് അതേ ശിക്ഷ തന്നെ കുട്ടികൾക്കും കൊടുക്കണം. അങ്ങനെ കൊടുത്തു വേണം മാതൃകയാകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഗവൺമെന്റ് ഒന്ന് ഇടപെട്ടാൽ മതിയായിരുന്നു. ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് വിചാരിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ വിചാരിച്ചില്ല. അതെങ്ങനെയാന്ന് പറ? നമ്മുടെ നാട്ടില് പ്രതികളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കാനല്ലേ കൂടുതൽ ആൾക്കാരുള്ളത്. ഇരയാക്കപ്പെട്ടവർക്ക് മനുഷ്യാവകാശവുമില്ല, നീതിയുമില്ല, ഒന്നുമില്ല. ഇവിടെ തന്നെ താമരശ്ശേരിയിൽ ഉണ്ടായ സംഭവം വെറും നിസ്സാര കാര്യങ്ങൾക്ക് ഉണ്ടായ സംഭവമാണ്. ജസ്റ്റ് ഒരു കൂവലിൽ നിന്ന് തുടങ്ങിയ സംഭവമാണ്. ഒരു ട്യൂഷൻ സെന്ററിൽ ഫെയർവെല്ലിൽ എല്ലാ കുട്ടികളും ഉണ്ട്, എല്ലാ സ്കൂളുകളിലെ കുട്ടികളും ഉണ്ട്. ഫെയർവെൽ അല്ലേ, 10ാം ക്ലാസ് ആണ്, എക്സാം വരുന്നതിന് മുമ്പ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കുട്ടികൾ മടങ്ങിക്കോട്ടെ എന്നുള്ള വിചാരത്തില് ട്യൂഷൻ സെന്ററുകാർ ഫെയർവെല്ല് വെച്ചതാണ്. അങ്ങനെ ഫെയർവെല്ല് വെച്ചപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഒരു സ്കൂളിലെ കുട്ടികൾ സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാട്ട് ഒന്ന് നിന്നു. ഫോൺ ഹാങ് ആയതോ എന്തോ പാട്ട് നിന്നു. പാട്ട് നിന്ന സമയത്ത് മറ്റ് സ്കൂളിലുള്ള കുട്ടികൾ കൂവാൻ തുടങ്ങി. അങ്ങനെ കൂവി പരിപാടി അവസാന ഭാഗമൊക്കെ ആയപ്പോഴേക്കും പുറകിൽ നിന്ന കുറെ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി. ആ വഴക്ക് പരിഹരിച്ച് ട്യൂഷൻ സെന്ററിലുള്ള സാറുമാരെ എല്ലാവരെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ആ വഴക്കിൽ നിന്ന്, ആ കൂവലിൽ നിന്ന് തുടങ്ങിയ പ്രശ്നമാണ്. അങ്ങനെ അവസാനം 2 സ്കൂളുകളിലെ കുട്ടികൾ തമ്മിൽ പ്രശ്നമായി. 2 സ്കൂളുകളിലെയും കുട്ടികൾ ചേർന്ന് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു, ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു. അപ്പൊ ഈ വഴക്കിനകത്ത് ഷഹബാസ് ഉണ്ടായിരുന്നില്ല. ഈ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി ആയിരുന്നില്ല ഷഹബാസ്. പിന്നീട് ഇവർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഷഹബാസ് ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നത്. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഷഹബാസ് ഇൻവോൾവ് ആകുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. ഈ സ്കൂളിലെ, ഇപ്പുറത്തെ നിൽക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ആൾ കുറവായതുകൊണ്ട് വേറെ ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് തല്ലാൻ തുടങ്ങിയത്.
ഷഹബാസിന്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണ്, പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്തുണ്ട്. അവസാനം ഷഹബാസിന്റെ സ്കൂളിലുള്ള ഷഹബാസിന്റെ തന്നെ ഒരു സഹപാഠിയെ ഇവന്മാര് ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ഷഹബാസ് ഇടപെട്ടു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി. അവസാനം ഇപ്പൊ എന്താണ് സംഭവിച്ചത്? നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട, തമാശയ്ക്ക് എടുക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ വളരെയധികം സീരിയസ് ആക്കി എടുത്ത് വാശിയും വൈരാഗ്യവും ഒക്കെ വെച്ച് പുലർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ മാനസികാവസ്ഥ ഇതാണ്. ചെറിയ രീതിയിലുള്ളൊരു പരിഹാസമോ കളിയാക്കലോ ഒന്നും നേരിടാൻ പറ്റാത്ത ലെവലിലേക്ക് അവരുടെ മൈൻഡ് സെറ്റ് മാറി. ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് ആരാണ്? മാതാപിതാക്കളാണ്. ചെറിയതായിട്ടൊന്ന് തമാശ കളിച്ചതല്ലേ, പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂവി വഴക്കുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി തീർന്നു, എല്ലാം കഴിഞ്ഞു. നമ്മളും ഒരുപാട് കൂവലുകൾ കേട്ടിട്ടുണ്ട്. സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിള്ളേർ കൂവും. അതൊരു തമാശയാണ്, ഒരു എന്റർടൈൻമെന്റ്, ഒരു എൻജോയ്മെന്റ് എന്നുള്ള രീതിയിൽ മാത്രം എടുക്കേണ്ട കാര്യമാണ്. ആ രീതിയിൽ കുട്ടികളുടെ മൈൻഡ് സെറ്റ് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. ഇങ്ങനത്തെ പരിഹാസം കേൾക്കേണ്ടി വരും, കളിയാക്കൽ കേൾക്കേണ്ടി വരും, വഴക്കുകളും അങ്ങനത്തെ പല രീതിയിലുള്ള കാര്യങ്ങളും കേൾക്കേണ്ടി വരും. റിജക്ഷൻ എന്ന് പറയുന്ന സാധനം ഫേസ് ചെയ്യാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റത്തില്ല. ആരെങ്കിലും റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേന് നാണം കെട്ടു. അതല്ലേ ഇവിടെ സംഭവിക്കുന്നത്. ഒരു പെൺകുട്ടി റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാണ്. ഒരു ആൺകുട്ടി റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാട്ടി വലിയ പ്രശ്നമാണ്. കൂട്ടുകാർ തമ്മിൽ എന്തെങ്കിലും റിജക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്തു, റിജക്റ്റ് ചെയ്തു, അവോയ്ഡ് ചെയ്തു എന്നുള്ള കാരണത്താൽ പോലും വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ ഫേസ് ചെയ്യണം. ഫെയിലിയേഴ്സും റിജക്ഷനും അവോയ്ഡിങ്ങും ഒക്കെ നമ്മൾ ഫേസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ട് മാറത്തുള്ളൂ. ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണ്. എല്ലാ വിഷമങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിക്കണം, നേരിടണം. പക്ഷേ ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നും നേരിടാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റത്തില്ല. അവരുടെ മൈൻഡ് സെറ്റ് ആ രീതിയിലല്ല. അതിന് കാരണക്കാർ മാതാപിതാക്കൾ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ അനുഭവിക്കണം, ഇതൊക്കെ നമ്മൾ നേരിടണം, എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് കുഞ്ഞിലേ മുതലേ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. പക്ഷെ മാതാപിതാക്കൾ എന്തോ ചെയ്യുന്നത്? നീ കയറി തല്ലടാന്ന് പറയും, നീ വഴക്കുണ്ടാക്കിക്കും, നീ ഒരു കാരണവശാലും താഴ്ന്നു കൊടുക്കരുത്, നിന്റെ അഭിമാനമാണ്, നീ ഒരാണാണ് എന്ന് വേണമെങ്കിൽ മാതാപിതാക്കൾ പറയും. അങ്ങനെയാണ് മാതാപിതാക്കൾ. ഇവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നത് അങ്ങനെയാണ്. നീ ആണാണെങ്കിൽ വാടാ. എന്താണത്തം? 15 വയസ്സല്ലേ ആയുള്ളൂ. ഇപ്പോഴേ നിങ്ങളൊക്കെ ആണത്തം കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ ആണാണെങ്കിൽ വാടാ, ആണുങ്ങളാകുമ്പോൾ ആണുങ്ങളുടെ വില കളയാൻ പാടില്ല, ഇങ്ങനത്തെ ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നത്. വഴക്ക്, പ്രശ്നം, എന്നിട്ട് ആയുധങ്ങളുമായിട്ട് പോകുന്നു, ടൂൾസ് എടുത്തുകൊണ്ട് വാടാ. സിനിമയിലൊക്കെ കാണത്തില്ലേ, ഗ്യാങ്സ്റ്റേഴ്സ് തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഹോക്കി സ്റ്റിക്കും അതും ഇതും മറ്റേതും മറിച്ചതും ഒക്കെ കൊണ്ടുവരും. എന്നിട്ട് നാട്ടിലുള്ള ചേട്ടന്മാരെ വിളിക്കും. 15 വയസ്സുള്ള ഇവന്മാർ നാട്ടിലുള്ള ചേട്ടന്മാരെ വിളിക്കും, ചേട്ടാ വാ അടിക്കാൻ വാ. ചേട്ടന്മാർ അതിനെക്കാട്ടി വലിയ പുള്ളികളാണ്. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ചേട്ടന്മാരും അങ്ങ് ഇറങ്ങും. അങ്ങനെ ചേട്ടന്മാരും അരിയന്മാരും തമ്മിൽ വലിയ പ്രശ്നമാകും, വലിയ വഴക്കാകും. കണ്ടിട്ടില്ലേ ഉത്സവങ്ങൾ സമയത്ത്? ഇപ്പം അതും ഒരു വലിയ കാര്യമാണ്. ഉത്സവങ്ങൾ വരുന്ന സമയത്ത്, അതെന്നുണ്ടെങ്കിൽ പള്ളിപ്പെരുന്നാൾ വരുന്ന സമയത്ത് ഇതേപോലെ രാത്രി നിന്ന് തുള്ളുമായിരിക്കും. ഗാനമേളയ്ക്ക് തുള്ളുന്നത് മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായിരിക്കും. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്, ഇനി വരാനുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഉത്സവങ്ങളുടെ സീസണാണ്. ഉത്സവങ്ങളുടെ സീസൺ ആകുമ്പോൾ രാത്രിയാകുമ്പോൾ ഗാനമേള കാണും. ഗാനമേളയ്ക്ക് തുള്ളാനാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം അങ്ങോട്ട് പോകും, ഒരുങ്ങിക്കെട്ടി അവിടെ ചെന്ന് തുള്ളും. ആദ്യം തുള്ളലായിരിക്കും കാണുന്നത്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മറ്റുള്ളവരുടെ മെക്കിട്ടായിരിക്കും തുള്ളുന്നത്. ഇങ്ങനെ പല സംഭവങ്ങളും ഇനിയും കാണേണ്ടി വരും. കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? നിയമം ശക്തമാകുന്നില്ല, പോലീസുകാർ ശക്തമാകുന്നില്ല, ഗവൺമെന്റ് ചുമ്മാ സിനിമാ ഡയലോഗും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റിലുള്ള ഭരണകർത്താക്കൾ ഭരിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് കയറിയിരിക്കുന്ന കുറേ എണ്ണമുണ്ട്. സിനിമാ ഡയലോഗും പറഞ്ഞ് അയ്യോ ഇങ്ങനെയാണോ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെയും കൊണ്ട് തടയാൻ പറ്റും, അവരെയും കൊണ്ട് തടയാൻ സാധിക്കും, അവരെയും കൊണ്ട് സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കാൻ പറ്റും. പക്ഷെ അവരെടുക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ട് നിയമസഭയിൽ ഇരിക്കുകയാണ് സിനിമാ ഡയലോഗും പറഞ്ഞ്. അതിന് മാത്രം അവരെയും കൊണ്ടും കൊള്ളാം.